ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന ഇപ്പോ ഞങ്ങൾ വിജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഇറാന്റെ 20 ആണവ ശാസ്ത്രജ്ഞരെ ഞങ്ങൾ വധിച്ചു കഴിഞ്ഞു. അതുപോലെ ഏതാണ്ട് അത്ര തന്നെ സൈനിക ഉദ്യോഗസ്ഥരെയും വളരെ പ്രധാനപ്പെട്ട കമാൻഡർ ഇൻ ചീഫ് അടക്കമുള്ള പല റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ ചീഫ് അടക്കമുള്ള ധാരാളം സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചു കഴിഞ്ഞു. അതുപോലെ ഇറാന്റെ ആണവ പദ്ധതി ഏതാണ്ട് 10-15 വർഷം പിന്നിലേക്ക് ഞങ്ങൾ നീക്കിക്കഴിഞ്ഞു. ഇനിയൊരു ആണവായുധം ഇറാൻ ഉണ്ടാക്കണമെങ്കിൽ ധാരാളം സമയം വേണ്ടിവരും. പിന്നെ പരിപൂർണമായിട്ടും അമേരിക്കയെ കൂടി ഇതിന്റെ അകത്തേക്ക് ഇടപെടുത്തിക്കൊണ്ട് ഇറാന്റെ പ്രധാനപ്പെട്ട ഫൊർദോ ആണവ നിലയം, അതുപോലെ തന്നെ നതാൻസ്, ഇവിടെയൊക്കെ ഞങ്ങൾ പിന്നെ വളരെ കാര്യമായ പരിക്കേൽപ്പിച്ചു. കൂടാതെ ധാരാളം ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, അത് തൊടുത്തുവിടുന്ന കേന്ദ്രങ്ങൾ, അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ, അതിന് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇറാൻ പിന്നെ ആശ്രയിക്കുന്ന മാനവശേഷി, ഇതിനൊക്കെ ഞങ്ങൾ ധാരാളമായിട്ട് ഇല്ലാതാക്കി. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം, ഇത്തരം സംഗതികൾ കൊണ്ട് എന്തിനാണോ ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിയത് ആ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, അതായത് തങ്ങൾക്ക് നേരെയുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട്, ഒരു അസ്തിത്വത്തിന് നേരെയുള്ള ഭീഷണിയാണ് ഇറാൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റും, അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. പിന്നെ അലി ഖാംനയെ വധിക്കും, പരമോന്നത നേതാവിനെ വധിക്കും. അതുപോലെ തന്നെ ഭരണത്തിന്റെ പ്രതിപക്ഷത്തെ കൊണ്ടുവന്ന് പുതിയൊരു ഭരണം ഇറാനിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നോക്കൂ, ഇറാനിലെ ജനങ്ങൾക്ക് പ്രത്യേകമായ മെസ്സേജ്. ഈ ഓപ്പറേഷന് ഇസ്രായേൽ ഇട്ട പേര് തന്നെ റൈസിംഗ് ലയൺ എന്നാണ്. റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞാൽ ഈ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് റിസാ ഷാ പഹലവിയുടെ കാലത്തുണ്ടായിരുന്ന ഇറാന്റെ ഒരു ചിഹ്നമാണ്. ആ റൈസിംഗ് ലയൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക്, ആ സന്ദർഭത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം, നയതന്ത്ര ബന്ധം, സൈനിക ബന്ധം ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആ ഘട്ടത്തിലേക്ക് ഇറാനെ തിരിച്ചുകൊണ്ടു പോകും എന്നതായിരുന്നു വാസ്തവത്തിൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അത്തരം പ്രഖ്യാപിത ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല, അതിന്റെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇറാനിൽ ഈ നിലവിലുള്ള ഭരണകൂടത്തോട് എതിർപ്പുണ്ടായിരുന്ന പിന്നെ ജനങ്ങളുടെ പല വിഭാഗങ്ങളും, അതുപോലെ തന്നെ അത്തരം നേതാക്കളും ഒക്കെ തന്നെ ഭരണകൂടത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇത്തരമൊരു ഘട്ടത്തിൽ നാഷണൽ ഫ്ലാഗിന്റെ കീഴിൽ ദേശീയമായിട്ടുള്ള താല്പര്യങ്ങളെ മുൻനിർത്തി ഒന്നിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ കണ്ടത്. അപ്പോ സുപ്രധാനമായ ഒരു പലപ്പോഴും ഇസ്രായേലിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അവർ കാണുന്ന ഒരു സംഗതി, ഇത്തരം ആക്രമണങ്ങളിലൂടെ ഈ രാജ്യങ്ങളെ ശിഥിലീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലബനാൻ ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇറാഖ് വലിയ ഉദാഹരണമാണ്, സിറിയ അതിന്റെ ഉദാഹരണമാണ്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരം കുറച്ചധികം ആളുകളെ വധിച്ചു, ശരിയാണ്. ഉന്നത ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു, മിലിറ്ററി ഉദ്യോഗസ്ഥരെ വധിച്ചു, അതുപോലെ തന്നെ കുറച്ച് ബിൽഡിങ്ങുകൾ തകർത്തു, ആണവ നിലയങ്ങളുടെ പിന്നെ കവാടങ്ങളിൽ കൊണ്ടുപോയി ബോംബിട്ടു. പക്ഷേ ഇറാനെ പോലുള്ള ഒരു വലിയ രാജ്യത്തെ, അത് പ്രത്യേകിച്ച് യുദ്ധ പാരമ്പര്യമുള്ള, ഇത്തരം പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടത്തി പരിചയമുള്ള ഒരു രാജ്യത്തെ, ഇസ്രായേലിന്റെ ആ ഒരു രാജ്യത്തെ ശിഥിലീകരിക്കുക, അവരെ ചെറിയ ചെറിയ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകളെ വളർത്തി അവർക്ക് എല്ലാവിധ പിന്നെ ആയുധവും അതുപോലെ തന്നെ സഹായവും ഒക്കെ നൽകി അങ്ങനെ ഭരണകൂടത്തെ തന്നെ ശിഥിലീകരിക്കുക എന്ന ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊരു താരതമ്യം, ഇപ്പോ ഇസ്രായേൽ നടത്തിയ 6 ദിവസത്തെ യുദ്ധം എന്ന് പറയുന്ന 1967 അതുപോലെ തന്നെ 1973 ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങൾ, അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പൊ അതിനോടൊരു താരതമ്യത്തിന് വേണ്ടിയാണ് ട്രംപ് ഇത് പ്രഖ്യാപിച്ചപ്പോ, ഇപ്പോ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചു. അത് ആ 6 ദിവസത്തെ യുദ്ധത്തിനോട് താരതമ്യം ചെയ്തിട്ട് പറഞ്ഞതാണ് 1967. പക്ഷേ ഒരു നിലക്കും അന്നത്തെ യുദ്ധത്തോട് താരതമ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരു യുദ്ധമാണിത്. കാരണം അന്ന് 1967 അറബ് രാജ്യങ്ങളുടെ സഖ്യസേനയെ കേവലം 6 ദിവസം കൊണ്ട് ഇസ്രായേൽ നിലംപരിശാക്കിയ കഥയാണ്
നമുക്ക് ആ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും ഇന്ന് രാവിലെയും വളരെ അതിശക്തമായിട്ടുള്ള 6 റൗണ്ട് മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. അതിൽ ധാരാളം പേർക്ക് മരണപ്പെട്ടു. ആറോളം പേര് മരിച്ചു, ധാരാളം പേർക്ക് പരിക്കേറ്റു, ധാരാളം കെട്ടിടങ്ങൾ തകർത്തു. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് നാശനഷ്ടങ്ങൾ അതിന്റെ തോതിൽ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും ഇറാനിലെ നാശനഷ്ടം കുറച്ച് കൂടുതലായിരിക്കാം, ആളപായം കുറച്ച് കൂടുതലായിരിക്കാം. പക്ഷേ വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു അസസ്മെന്റിലേക്കാണെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു. ശ്രീ മോഹൻ വർഗീസ് കൂടി എന്നോടൊപ്പം